ഓം നമോ വെങ്കടേശായ. ഓം നമോ വെങ്കടേശായ. പ്രിയ സുഹൃത്തുക്കളെ, തിരുമലയിലേക്ക് ഞാൻ നടത്തിയ ഒരു ചെറു യാത്രയുടെ വിവരണമാണ് ഇത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു യാത്രയായിരുന്നു തിരുമലയിലേക്ക്. ഞാനും എൻ്റെ സുഹൃത്തുമായാണ് യാത്ര പുറപ്പെട്ടത്. മെയ് മാസത്തിലേക്കുള്ള അംഗപ്രദക്ഷിണ ടിക്കറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇത് സൗജന്യ ടിക്കറ്റാണ്. ഒരു ദിവസം 700 ടിക്കറ്റുകളാണ് ഈ രീതിയിൽ വിതരണം ചെയ്യുന്നത്. ഇതിൽ 350 സ്ത്രീകൾക്കും 350 പുരുഷന്മാർക്കും ലഭിക്കും. തിരുമല ദേവസ്ഥാനത്തിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇതിലൂടെ വേണം മേൽപ്പറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്യുവാൻ. ഡയറക്റ്റ് ട്രെയിൻ കിട്ടാത്തതിനാൽ കാട്ട്പാടി ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്നും തിരുപ്പതിയിലേക്ക് പോവുകയായിരുന്നു. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് മാർഗവും തിരുപ്പതി പോകാം. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലെ ഫ്ലൈ ഓവർ വഴി വിഷ്ണു നിവാസം കോംപ്ലക്സ് പരിസരത്തേക്ക് ഇറങ്ങാം. അവിടെ നിന്നും തിരുമലയിലേക്കുള്ള ബസ്സുകൾ ലഭിക്കും. ബസ്സുകളുടെ നീണ്ട നിര അവിടെ ദൃശ്യമാണ്. AC ബസ്സുകൾക്ക് 110, നോൺ AC ബസ്സുകൾക്ക് 90 എന്നതാണ് നോർമൽ നിരക്ക്. ടിക്കറ്റുകൾ ബസ് നിൽക്കുന്ന സമീപം തന്നെ ലഭിക്കും. ഇല്ല എങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുക. അല്പനേരം യാത്ര ചെയ്യുമ്പോൾ ബസ് അലിപിരി ബസ് സ്റ്റാൻഡിലെത്തും. ഇവിടെ നിന്നും ബസ് ടിക്കറ്റ് എടുക്കാം. ശേഷം ടിക്കറ്റ് ചെക്കർ ടിക്കറ്റ് ചെക്ക് ചെയ്യും. ശേഷം യാത്ര തുടരും. അടുത്തത് അലിപിരി ടോൾ ഗേറ്റ്. ഇവിടെ നമ്മുടെ ബാഗും ലഗേജും ബോഡി ചെക്കിങ്ങും ചെയ്യും. പ്രായമായവർ ബസ്സിൽ തന്നെ ഇരുന്നാലും മതി. മിനറൽ വാട്ടറിൻ്റെ പ്ലാസ്റ്റിക് കുപ്പികൾ മുകളിലേക്ക് അനുവദനീയമല്ല. ബസ്സിൽ പോകുന്നവർ ചെക്കിങ്ങിന് പോകുമ്പോൾ ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്യണം. ചെക്കിങ് കഴിഞ്ഞ് ബസ് കണ്ടുപിടിക്കാൻ ഇത് ഉപകാരമാകും. ശേഷം തിരുമലയിലേക്ക് യാത്ര പുറപ്പെടാം. ഓം നമോ വെങ്കടേശായ. 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 മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യാത്തവർക്ക് തിരുമലയിൽ ദിവസത്തിൻ്റെ 50 രൂപ, 1000 രൂപ റൂമുകൾ ലഭിക്കാൻ അവസരമുണ്ട്. ഇതിനായി നമ്മൾ CRO ഓഫീസിൽ പോകണം. CRO ഓഫീസിൻ്റെ വലതുഭാഗത്ത് പോയാൽ എൻട്രൻസിലെ ലെഫ്റ്റ് കാണുന്ന റൂമിലാണ് ഓൺലൈൻ അക്കോമഡേഷൻ രജിസ്ട്രേഷൻ റൂം. ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തെ നിലയിൽ പോയാൽ ഓഫ്ലൈൻ റൂം ടിക്കറ്റുകളുള്ള രജിസ്ട്രേഷൻ ചെയ്യാം. ഭഗവാന്റെ സമീപം അംഗപ്രദക്ഷിണം അഥവാ ശയനപ്രദക്ഷിണം ചെയ്യുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. മെയ് മാസത്തേക്കുള്ള ടിക്കറ്റ് ഫെബ്രുവരിയിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. എല്ലാ മാസവും 20-ാം തീയതിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ 500 രൂപ ടിക്കറ്റായ ആർജിത സേവ, സൗജന്യ ടിക്കറ്റായ അംഗപ്രദക്ഷിണ ടോക്കൺ, 300 രൂപ ടിക്കറ്റായ സ്പെഷ്യൽ എൻട്രി ദർശൻ ടിക്കറ്റുകൾ, ഇവയ്ക്ക് പുറമെ 100, 300, 1000 രൂപയുടെ താമസമുറി ടിക്കറ്റുകൾ എന്നിവ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓം നമോ വെങ്കടേശായ. ഓം നമോ വെങ്കടേശായ. ഓം നമോ
ക്ഷേത്ര ചുറ്റുമുള്ള മാടവീതിയിൽ ചെരുപ്പ് ഉപയോഗിക്കരുത്. ഈ തിരുനടയുടെ ഇടതുഭാഗത്താണ് സുബദം എൻട്രി. ഇവിടെ 500 രൂപ ടിക്കറ്റ് ദർശന ക്യൂ തുടങ്ങും. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഈ സുബദം എൻട്രി വഴി ദർശനം പോകാം. അവർക്ക് പ്രവേശനം സൗജന്യമാണ്. തിരുനടയുടെ വലത്തേക്ക് പോയാൽ ഇടതുഭാഗത്തായി പുഷ്കരണി തീർത്ഥം കാണാം. ശേഷം മുന്നോട്ട് പോയാൽ നേരെ കാണുന്നതാണ് വരാഹി ദേവി ക്ഷേത്രം. സമീപം വേണുഗോപാല ക്ഷേത്രം കാണാം. വരാഹി ദേവി ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തേക്ക് പോയാൽ അന്നദാന മണ്ഡപം എത്തും. ഇടതുഭാഗത്തേക്ക് പോയാൽ വരാഹസ്വാമി ക്ഷേത്രം പുഷ്കരണി തീർത്ഥക്കുളത്തോട് ചേർന്ന് കാണാം. വരാഹസ്വാമിയെ തൊഴുത ശേഷമാണ് ഭഗവാനെ തൊഴണമെന്നാണ് ഐതിഹ്യം. അംഗപ്രദക്ഷിണത്തിനുള്ള ആരംഭമായി രാത്രി 12 മണിയോടെ ഞങ്ങൾ പുഷ്കരണി തീർത്ഥം എന്ന ക്ഷേത്രകുളത്തിലെത്തി. ഇവിടെ അംഗപ്രദക്ഷിണ ടിക്കറ്റുള്ളവർക്ക് മാത്രമാണ് ഈ സമയം പ്രവേശനം. കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ വൈകുണ്ഠം ക്യൂ കോംപ്ലക്സ് സമീപം ചെന്നു. 300 രൂപ സ്പെഷ്യൽ ടിക്കറ്റ് എൻട്രി പോകുന്ന വഴിയാണ് വൈകുണ്ഠം ക്യൂ കോംപ്ലക്സ്. രാത്രി കൃത്യം 1 മണിക്ക് ഞങ്ങൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് ഉള്ളിലെ വെയിറ്റിംഗ് ഹാളിലേക്ക് വിട്ടു. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ വെയിറ്റിംഗ് റൂമുകളുണ്ട്. കൃത്യം 3 മണിക്ക് വെയിറ്റിംഗ് ഹാൾ തുറന്നു ക്ഷേത്രത്തിലെ ഉള്ളിലേക്ക് കടന്നു. ഭഗവാന്റെ ആനന്ദ നിലയത്തിന് സമീപം ദർശനം കഴിഞ്ഞു നമ്മൾ ഇറങ്ങുന്ന എൻട്രൻസ് മുതൽ വലിയ ഹുണ്ടിക വരെയാണ് ശയന പ്രദക്ഷിണം. നമ്മളെ സഹായിക്കാൻ സേവാക്കാർ എപ്പോഴും ഉണ്ടാകും. ഭഗവാന്റെ കാരുണ്യത്താൽ നല്ല രീതിയിൽ ശയന പ്രദക്ഷിണം ചെയ്തു. ശേഷം ചെറിയ ലഡു പ്രസാദ കൗണ്ടർ വഴി ഊഞ്ചൽ സേവാ മണ്ഡപം ചുറ്റി നമ്മൾ ഉള്ളിലെ ക്യൂവിലേക്ക് കടന്നു. തോമാല സേവാ ടിക്കറ്റുകാരുടെ ദർശനം കഴിഞ്ഞ് ഭഗവാനെ തൊഴുത് തിരിച്ചു വന്നു.